ഫ്രണ്ടിലോട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ടൊന്നും ഫീലൊന്നും ചെയ്യാൻ പോകില്ല. കാരണം നമ്മളെല്ലാവരും ആർപിയിലേക്ക് എല്ലാവരും കാണും ഒരുമിച്ച്, മനസ്സിലായില്ലേ? ഇപ്പോൾ സിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്നുള്ളതല്ലാതെ അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. എല്ലാവരും ഇപ്പം ഞാനും ബാബുവും ചന്ദ്രനും അല്ലെങ്കിൽ ഇപ്പം ആരാണ് ഇപ്പോൾ ഉള്ള നമ്മൾ ആർപിയിൽ എപ്പോഴൊക്കെ ഉള്ള ആരൊക്കെയാണോ അവരൊക്കെ എല്ലാ എല്ലാ മനസ്സിലായി നമ്മളെല്ലായിടത്തും നമ്മൾ ഒരുമിച്ച് തന്നെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും വലിയ ഫീലൊന്നും ചെയ്യാനൊന്നും പോകില്ല, അല്ലാതെ വലിയ സീനും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും വരാനൊന്നും പോകില്ല. നിങ്ങൾക്ക് പഴയ പോലെ തന്നെ എല്ലാം ഉള്ളതുപോലെ തന്നെ തോന്നത്തുള്ളൂ, മനസ്സിലായില്ലേ? നമ്മളെല്ലായിടത്തും കാണും. ആർപിയിൽ എവിടെ ഇപ്പോൾ സിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതല്ലാതെ ഇപ്പോൾ ടി വിയിലുള്ളവരും ഇപ്പോൾ നമ്മളിപ്പോൾ മാറി എന്നുള്ളവരും എല്ലാവരും ഒരുമിച്ച് തന്നെ കാണും. നല്ല ആർപികൾ ഇനിയും ചെയ്യും. ആർപി കയറുന്നുണ്ടെങ്കിൽ നല്ല ആർപികൾ ഇനിയും ചെയ്യും, അതിനൊന്നും ഒരു സീനും ഇല്ല. ബാക്കിയൊക്കെ ഉള്ളത് വേറെ കാര്യങ്ങളാണ്. അതും ആർപിയിലകത്ത് ഈ ഒരു ഒരു ബാക്കി ഇതായിട്ടൊന്നും ബന്ധങ്ങൾ വരത്തില്ല. അത്രേ ഉള്ളൂ, വേറെ സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ വേറെ കാര്യം ഗൈസ് പിന്നെ അല്ലേ വേണ്ട, ഇത്രയും മതി. ഇനി ഇതിനെപ്പറ്റി ബാക്കി അധികം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഉള്ളൂ നമുക്ക്, അല്ലാതെ വേറെ ഒന്നും ഇല്ല. ആർക്കും ആരോടും ഒരു പ്രശ്നവും ഇല്ല, ഒരു സീനും ഇല്ല, ഒന്നുമില്ല. എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ ലൈവുകൾ കാണുക, സപ്പോർട്ട് ചെയ്യുക, അത്രയും മതി. അല്ലാതെ വേറെ ഒന്നും വേണ്ട. ഹേറ്റും വഴക്കം ഒന്നും വേണ്ട ഗൈസ്, ആരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വേണ്ട. ഇനിയിപ്പോൾ പിള്ളേരായിട്ടുള്ളവരാണെങ്കിൽ പോലും രണ്ട് സിറ്റികളിൽ കളിക്കുന്നു എന്നുള്ളതല്ലാതെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ആ പഴയ സ്നേഹം എപ്പോഴും കാണും. അത് ഒരു മാറ്റവും വരാൻ പോകില്ല. കാരണം നമ്മൾ ബാക്കി എന്ത് കാര്യത്തിനാണ് ഇപ്പോൾ ആർപിയിലാണെങ്കിലും വേറെ ഗെയിമിലാണെങ്കിലും നമ്മൾ ഒരുമിച്ച് തന്നെ കാണും, അല്ലാതെ ഇതാകത്തൊന്നുമില്ല. ഓക്കെ, അത് ഒരിക്കലും ബാക്കി ഈ ഒരു കാര്യം വെച്ചിട്ട് ഇതൊന്നും അഫക്റ്റ് ഒന്നും ആവത്തില്ല. ഇതൊന്നും അല്ല, അങ്ങനത്തെ കാര്യമില്ല. ഈ പ്രശ്നം എനിക്ക് ഇങ്ങനെ ആവണമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഗൈസ്. ഞാൻ ഓപ്പണായിട്ട് പറയണം, ഇങ്ങനെ ആവണമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഡിപ്രഷൻ അടിക്കണമെന്നോ അല്ലെങ്കിൽ ആരോ മറ്റേ ടി വിയിലുള്ള ഒരു മെമ്പറിനെ അഫക്റ്റ് ബാഡാക്കണമെന്ന് വിചാരിച്ചൊന്നും എടുത്തല്ല. ഞാനിത് ഓഫ്ലൈനിൽ തീർക്കാനായിട്ട് ഈ പ്രശ്നം ഓഫ്ലൈനിൽ തീർക്കാന്നുള്ള രീതിയിൽ മാക്സിമം ട്രൈ ചെയ്തു. പക്ഷെ അത് എൻ്റെ കയ്യിൽ നിന്നില്ല. അത് അവസാനം ലൈവിൽ വന്ന് ആയി. അവസാനം അവിടെ വെച്ച് കുറച്ച് സംസാരം ഇതായിപ്പോയി. എല്ലാം കൂടി കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയി. അല്ലാതെ ഞാനിത് ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചോ അല്ല, ഇതൊന്നും വെച്ചിട്ടല്ല ചെയ്തത്. ഞാനിത് ഓഫ്ലൈനിൽ ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്തതാണ് ഇത് തീർക്കാൻ. ഈ പ്രശ്നം ഇങ്ങനെ ആവാതിരിക്കാൻ ഞാൻ നോക്കിയതാണ്. പക്ഷേ കയ്യിൽ നിന്നില്ല, കൈവിട്ട് പോയി. അങ്ങനെയാണ് ഇങ്ങനെ ആയത്. അല്ലാതെ ആരുടെ ഒരു സീനോ ഒരു ദേഷ്യവും അങ്ങനെയൊന്നും ഇല്ല ഗൈസ്. അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത്. അല്ലാതെ മനഃപൂർവ്വം പെട്ടെന്ന് ഇറങ്ങാനുള്ള ഇത് അങ്ങനെയൊന്നും ഇല്ല. ഇത് ഇങ്ങനെ ഡിസിഷൻ എടുക്കുമ്പോൾ ഒരുപാട് വിഷമത്തോടു കൂടി തന്നെയാണ് എടുത്തത്. ഞാൻ എപ്പോഴും ഉറപ്പ് പറയാണ്. ഞാൻ ഞാൻ എൻ്റെ മനസ്സിൽ തൊട്ട് തന്നെ പറയാണ്. ഞാൻ ഈ ഡിസിഷൻ എടുക്കുമ്പോൾ അത്രയും മൈൻഡ് ഓക്കെ അല്ലാത്തതുകൊണ്ട് മാത്രം അത് ആരുടെയും കുറ്റമല്ല, എൻ്റെ തന്നെ കാര്യം. ആരെയും കുറ്റപ്പെടുത്താനോ അങ്ങനത്തെ അല്ല പറയുന്നത്, മനസ്സിലായില്ലേ? എനിക്ക് ആ ഒരു ഡിസിഷനാണ് നല്ലതെന്ന് എൻ്റെ മനസ്സ് പിന്നെ പറഞ്ഞു. എനിക്ക് എന്തൊക്കെ കാരണങ്ങളുണ്ട് അങ്ങനെയാണ് നല്ലതെന്ന് തോന്നിയോണ്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. നിങ്ങളത് ജസ്റ്റ് ഒന്ന് മനസ്സ് വിചാരിക്കണം, അല്ലാതെ വേറെ ഒന്നും നെഗറ്റീവായിട്ട് എടുക്കരുത്. ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ സംഭവം. അത്രേ ഉള്ളൂ. എനിക്ക് ഈ ഒരു സൈഡ് ഈ ഒരു കാര്യം ജസ്റ്റ് പറയാനുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് അങ്ങനെ തോട്ടുണ്ടെങ്കിൽ അത് വെക്കരുത്, അതിനുവേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, ഞങ്ങൾക്ക് മനസ്സിലാവണമെന്നൊക്കെ. അത്രേ ഉള്ളൂ ഗൈസ്. ഈ അൻസം മേടിച്ച് പോയ അണ്ണൻ്റെ ഒരു ദിവസമല്ല, പോണവർ പോട്ടെ എണ്ണ, അറിയുന്നവർ അണ്ണൻ്റെ കൂടെ കാണും എപ്പോഴും. അത്രേ ഉള്ളൂ അലീനെ, അത്രേ ഉള്ളൂ. നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ എന്നെ പേഴ്സണലി അറിയുന്നവർക്ക് ഞാൻ എങ്ങനെയാണെന്ന് അറിയാം, മനസ്സിലായില്ലേ? നമ്മളല്ലേ സരക്കും മൈൻഡ് ഓക്കെ ആക്കി റെഡിയാവും. അത്രേ ഉള്ളൂ. സൂപ്പർ ചാറ്റ് ചെയ്ത് ഞാൻ മിസ് ചെയ്തല്ലേ. ഇതാരായിരുന്നു? ലൂസിഫർ അണ്ണ എങ്ങോട്ട് പോയാലും ആ സ്നേഹം പോകില്ല. വി വിൽ വെയിറ്റ് ഫോർ എവറിത്തിങ് ടു ഗെറ്റ് സോർട്ടഡ്. അത്രേ ഉള്ളൂ. റബൽ ബ്രോ, ഹോപ്പ് യു ആർ ഓക്കെ. ടൈം വിൽ ഹീ എവറിത്തിങ്. സജിൻ ബ്രോ, അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ ദ 100 റുപ്പീസ് സൂപ്പർ ചാറ്റ്. അൽത്താഫ് മുഹമ്മദ്, സരക്കണ്ണ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് പറയും. എടാ ഞാൻ അത് എന്തുവാണ് വിട്ടുകടാ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. സത്യമായിട്ട് എനിക്ക് എന്തുവാണെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും നിനക്ക് ഇതാക്കാം. ഓക്കെ, എനിക്കത് കറക്റ്റ് കിട്ടുന്നില്ല. കാരണം അതൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല, സ്റ്റിൽ ഐ ആം ഓക്കെ വിത്ത് ദാറ്റ്, കംപ്ലീറ്റ്ലി ഓക്കെ വിത്ത് ദാറ്റ്. ഞാൻ അതിലെനിക്കൊരു വിഷമവും ഇല്ല, മനസ്സിലായില്ലേ? ഒരു ഇത്രയും 300 പേര് പോകുന്നതിലും പോയാലും ബാക്കി ഇത്രയും പേരുണ്ടല്ലോ ആ കൂടെ ഉള്ളവർ, അതല്ലേ വലിയ കാര്യം. അത് ആ 300 പേര് പോയത് പോട്ടെ, അതിനെനിക്ക് ഒരു വിഷയവും ഇല്ല. ഞാൻ പറഞ്ഞതാണ്, ജസ്റ്റ് പറഞ്ഞതാണ്. അല്ലാതെ നോർമലായിട്ട് ഞാൻ ഫണ്ണായിട്ട് പറഞ്ഞതാണ്, അല്ലാണ്ട് അതിൻ്റെ അകത്ത് സീനുണ്ടായിട്ട് പറഞ്ഞതല്ല. എന്നാൽ എനിക്കൊരു ഹഗ് ആൻഡ് ഉമ്മ തരുമെന്ന്. എല്ലാവർക്കും ഹഗ് ഉമ്മ തന്നിട്ടുണ്ട്. ട്രാൻസ്പോർട്ടർ മറ്റേ ആരെയും പിടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ ഇവിടെ കിട്ടടാ. അത്രേ ഉള്ളൂ അലീനി, അത്രേ ഉള്ളൂ. നമ്മളെയൊക്കെ അറിയുന്നവർക്ക് നമ്മളറിയാം, മനസ്സിലായില്ലേ? നമ്മളെയൊക്കെ പേഴ്സണലി അറിയുന്നവർക്ക് അറിയാം. നമുക്ക് അത് മതി, ആ കുറച്ച് പേര് വരും മതി. പുതിയ ഗ്യാങ്ങിൻ്റെ പേര് ഉപ്പുകണ്ട ബ്രദേഴ്സ് എന്നാണ് ബ്രോ പുതിയ ഗ്യാങ്ങിൻ്റെ പേര്.
എന്തൊക്കെ ചോദ്യങ്ങളാണ് വന്ന ഉടനെ. ബ്രോ ഗ്യാങ് ഒന്നും അങ്ങനെയൊന്നും ആയിട്ടില്ല, ഫസ്റ്റ് ആദ്യം അടങ്ങ്, നിങ്ങളൊന്ന് അടങ്ങ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ ഗ്യാങ് പോയി അപ്പുറത്ത് തുടങ്ങി RPG അങ്ങനെ വിട്ടിരിക്കുകയൊന്നുമല്ല. ഇൻ കേസ് ഒരു ഗ്യാങ്ങൊക്കെ തുടങ്ങുകയാണെങ്കിൽ തന്നെ അതിൻ്റെ റീസൺ പോലും ഇവിടെയുള്ള ആൾക്കാർക്ക് ആൾക്കാർക്ക് എന്തുവാണ്, ഇപ്പം സ്ട്രീമിങ്ങും കാര്യങ്ങളും ഒക്കെ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നവരും അല്ലെങ്കിൽ അത് ഫോക്കസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പം ഈ കുറച്ച് പേരെങ്കിലും മനസ്സിലായി കേസ്, അവർക്കൊക്കെ ആർ പി ഓഡിയൻസ്, അവരുടെ RP ആണ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. എനിക്കിപ്പോൾ ഞാൻ PUBG അല്ലെങ്കിൽ ആല വിട്ടാലും കുഴപ്പമില്ല. എനിക്ക് എല്ലാവരും കാണും. നമ്മളിപ്പോൾ 2 സിറ്റി കളിച്ചാലും എല്ലാവരും കാണും, അത്രേ ഉള്ളൂ. ഇപ്പോൾ ആമാരി ഇവിടെ ഒന്ന് RP ചെയ്യും, നമ്മൾ അവിടെ പോയാലും RP ചെയ്യും, അത്രേ ഉള്ളൂ. അത് നിങ്ങൾ അങ്ങനെയും ചിന്തിക്കണ്ട. ജസ്റ്റ് അങ്ങനെ വേറൊരു രണ്ടായിട്ടൊന്നും കണ്ട് അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നിങ്ങൾക്ക് ഉറപ്പ് പറയുന്നു, ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് പറയാം. നമ്മളിപ്പം 2 സിറ്റി കളിക്കുകയാണേലും അവിടെ ഉള്ളവരാണേലും ഇവിടെ ഉള്ളവരാണേലും ഒരുമിച്ച് നിങ്ങൾക്ക് നിന്നുകൊണ്ടുള്ള നല്ല RPകൾ ഇനിയും മുമ്പോട്ട് ചെയ്യും. എന്താ പറയുക, മനസ്സിലായില്ലേ? ഇപ്പം ബാബു ആയിക്കോട്ടെ, ചന്ദ്രൻ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, എന്നുവെച്ചാൽ അതിനകത്തുള്ള ആരോ ആയിക്കോട്ടെ, ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് അങ്ങനെ പറയുന്നില്ല, ഞാൻ ജസ്റ്റ് പറയുന്നത് ഫോർ എക്സാമ്പിൾ പറഞ്ഞാണ്. ഇവർ ഒക്കെ ആണേലും നമ്മളെ കൂടെ നമ്മളും അവരും കൂടി ചേർന്ന് ഒരുമിച്ച് നല്ല RPകൾ ഇനിയും ചെയ്യും, മനസ്സിലായി? ആ ബോണ്ടിങ് നിങ്ങൾ ഇനി വരുന്ന RPകളിലും നിങ്ങൾക്ക് കാണാൻ പറ്റും, മനസ്സിലായില്ലേ? അത് ഞാൻ ഉറപ്പ് നിങ്ങൾക്ക് തരാം. കാരണം അങ്ങനെയാണ് നമ്മൾ ഇതുവരെ ഉണ്ടായത്. അതായത് നമ്മൾ ഗ്യാങ്ങിൻ്റെ പേര് ഉപ്പ് കണ്ട ബ്രദേഴ്സ് എന്നോ എന്തൊക്കെ പറയണം, എന്താ പറയുക, UKB എന്നൊക്കെ എന്തൊരു കേക്ക്. അവന് ഗ്യാങ്ങിൻ്റെ പേരാണ് അറിയേണ്ടത്. ഞാൻ ഇവിടെ തലമുണ്ടായിരിക്കുന്നതിനോട് അവന് ഗ്യാങ്ങിൻ്റെ പേര് ഇപ്പം അത്യാവശ്യം കുറച്ച് അറിയണം. ഓക്കെ, അത്രേ ഉള്ളൂ. ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ എല്ലാവരും, അത്രേ ഉള്ളൂ. എല്ലാവരും വേറെ നെഗറ്റീവായിട്ടുള്ള ഒരു സംഭവം ഇല്ല. എല്ലാവരുടെയും കൂടെ ഉണ്ട്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും എവിടെയും പോയിട്ടില്ല. എല്ലാവരും അങ്ങനെ തന്നെയാണ്, അത്രേ ഉള്ളൂ. PUBG വന്നിട്ട് വേണം ചലഞ്ച് തരാൻ. അതൊക്കെ നമുക്ക് നമ്മൾ രാത്രി എന്തായാലും PUBG നമ്മൾ കാണും. ഉച്ചയ്ക്ക് നമ്മൾ ഇതേപോലെ വാലോയോ അങ്ങനെ എന്തെങ്കിലും കാണും. പിന്നെ ഇടയ്ക്ക് നമ്മുടെ RP അല്ലെങ്കിൽ നമ്മുടെ പഴയ പോലെ തന്നെ ഒരു മാറ്റമില്ല. ഫ്രാൻസിസ് ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. ഫ്രാൻസിസ് ബ്രോ, വെൽക്കം. അങ്ങോട്ട് വാല തുടങ്ങണം. അപ്പോൾ ഓക്കെ, അപ്പം എല്ലാം ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ബർത്ത്ഡേന് 30 സെക്കൻഡ് അടുത്തത് മൈൽ സ്റ്റോൺ 40 ഓ സെറ്റ് റോണി ബ്രോ, അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ ദ 40 എഗെയിൻ. അണ്ണാ യൂസ് ചെയ്യാത്ത സ്പാനർ അല്ല ഇരിപ്പുണ്ടെന്ന് സജസ്റ്റ് ചെയ്യാം. കുറച്ച് ആക്റ്റീവ് ആയിട്ടില്ലേ, നമുക്ക് സെറ്റാക്കാം. കച്ചീത് റേഡിയൻ ഹായ്, ഏതായാലും മെമ്പർഷിപ്പ് എൻസോ ഹാടാ, താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ്. കൂടാ എമംഗസ് പോകണ്ടേ? ഫ്രാൻസിസ് ബ്രോ പറ, എന്നൊന്ന് പറ. ഫ്രാൻസിസ് ബ്രോ കളിക്കാൻ വരുന്നതെന്ന് പറ, അന്ന് നമുക്ക് സെറ്റാക്കാം. നാളെ സംസാരിക്കാം. നാളെ VCയിൽ വരാൻ പറ്റുമെങ്കിൽ നമുക്ക് അവിടെ നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് നമുക്ക് ഏതെങ്കിലും ടൈം ഉച്ചയ്ക്ക് ശേഷം ലൈവ് ഇട്ടിട്ട് നമുക്ക് ഇരിക്കാം, സെറ്റാണെങ്കിൽ. ഓക്കെ.